KSRTC ചാലക്കുടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ അവതരിപ്പിക്കുന്ന അയ്യപ്പ ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്ന ഏകദിന യാത്രയ്ക്കാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. അതിരാവിലെ കുളത്തൂപ്പുഴയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ബാലകനായി അവിടെ കുടികൊള്ളുന്ന അയ്യപ്പനെ തൊഴുത് അവിടെ നിന്നും രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ആര്യൻകാവിലേക്കാണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അയ്യപ്പൻ ബാലകനായി കുളത്തൂപ്പുഴയിലും യൗവനസ്ഥനായ അയ്യനെ ആര്യൻകാവിലും ഗൃഹസ്ഥാശ്രമിയായി അച്ചൻകോവിലും തൊഴുത് ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയർ എന്ന് കരുതുന്ന ബാല്യകാലം ചിലവഴിച്ച പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലെത്തി ഈ തീർത്ഥാടനം പൂർത്തീകരിച്ച് പുണ്യം നേടാൻ ഉള്ള ഒരവസരമാണ് KSRTC ചാലക്കുടി ഡിപ്പോയുടെ ബജറ്റ് ടൂറിസം സെൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ തീർത്ഥാടന യാത്ര കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് സഹ്യമലനിരകളിൽ പരശുരാമൻ സ്ഥാപിച്ച 3 കാനന ക്ഷേത്രങ്ങളിൽ ഒന്നായ കുളത്തൂപ്പുഴയിൽ ബാലകനായും ആര്യൻകാവിൽ അയ്യനായും അച്ചൻകോവിൽ ഗൃഹസ്ഥാശ്രമിയായും ദർശനം നൽകുന്നു എന്നതാണ് വിശ്വാസം. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യവും ഐശ്വര്യദായകവും ആണെന്ന് കരുതുന്നു. കേരള സൃഷ്ടാവായി അറിയപ്പെടുന്ന ഭാർഗവരാമൻ ദ്വാപരയുഗത്തിൽ പ്രതിഷ്ഠിച്ച പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ആദ്യം 3 ഈ ക്ഷേത്രങ്ങൾ. ആര്യൻകാവിൽ നാം ദർശനം നടത്തുന്നതിനും ഒപ്പം തന്നെ നമുക്ക് ഒരു അയ്യപ്പ സ്തുതിഗീതം കേട്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ആര്യൻകാവിൽ നമുക്ക് അയ്യപ്പ ദർശനം നടത്താം. ആര്യൻകാവിലയ്യന്റെ തിരുരൂപം കണ്ടു തൊഴുതീരുമുടിയും ശിരസിലേന്തി വന്നിനയ്യപ്പ. കുളത്തൂപ്പുഴ ബാലകന്റെ മണ്ണ് തൊട്ടു വന്ദിച്ച് ശരണഘോഷമേറ്റു പാടി വന്നിനയ്യപ്പ. സ്വാമിയെ പൊന്നയ്യനേ, അടിയന്റെ ദുഃഖമൊന്നു കണ്ടിടേണമേ. സ്വാമിയെ പൊന്നയ്യനേ, അയ്യന്റെ മക്കളെ നീ കാത്തിടേണമേ. ആര്യൻകാവിലയ്യന്റെ തിരുരൂപം കണ്ടു തൊഴുതീരുമുടിയും ശിരസിലേന്തി വന്നിനയ്യപ്പ. കുളത്തൂപ്പുഴ ബാലകന്റെ മണ്ണ് തൊട്ടു വന്ദിച്ച് ശരണഘോഷമേറ്റു പാടി വന്നിനയ്യപ്പ. സ്വാമിയെ പൊന്നയ്യനേ, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയെ പൊന്നയ്യനേ, അടിയന്റെ ദുഃഖമൊന്നു കണ്ടിടേണമേ. സ്വാമിയെ പൊന്നയ്യനേ, അയ്യന്റെ മക്കളെ നീ കാത്തിടേണമേ. ആര്യൻകാവിലയ്യപ്പ സ്വാമിയെ, നിന്നുടെ നെയ്യഭിഷേകമൊന്നു കണ്ടു തൊഴുതിടാൻ അനവധി ജനസാഗരം ഇത ഒഴുകിയൊഴുകിയെത്തിടുന്നു നിന്റെ തൃപ്പാദമൊന്നു തൊട്ടു വണങ്ങാൻ. ശബരിമല ശാസ്താവേ, നിന്നുടെ തിരുനടയിൽ നെയ്യഭിഷേകമൊന്നു കണ്ടു തൊഴുതിടാൻ അനവധി ജനസാഗരം ഇത ഒഴുകിയൊഴുകിയെത്തിടുന്നു നിന്റെ തൃപ്പാദമൊന്നു തൊട്ടു വണങ്ങാൻ. സ്വാമിയെ പൊന്നയ്യനേ,
പൊന്നയ്യനേ അയ്യന്റെ മക്കളെ നീ കാത്തിടേണമേ. തകതകതിമിതിമി പാടി ഞാൻ ഓടി വരാം പേട്ട ഞാൻ തുള്ളിടാം നിന്റെ തൃപ്പാദമൊന്ന് തൊട്ടു തൊഴുതിടാം. തകതകതിമിതിമി പാടി ഞാൻ ഓടി വരാം പേട്ട ഞാൻ തുള്ളിടാം നിന്റെ തൃപ്പാദമൊന്നു തൊട്ടു തൊഴുതിടാം. ഹര 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 ശിവ 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 ഹരിഹരാത്മജ സ്വാമി നീയല്ലാതാരുമില്ല ഇന്നിയമനിയിൽ. ഹര 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 ശിവ 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 ഹരിഹരാത്മജ സ്വാമി നീയല്ലാതാരുമില്ല ഇന്നിയവനിയിൽ. സ്വാമിയെ പൊന്നയ്യനേ അടിയന്റെ ദുഃഖമൊന്നു കണ്ടിടേണമേ. സ്വാമിയെ പൊന്നയ്യനേ അയ്യന്റെ മക്കളെ നീ കാത്തിടേണമേ. ആര്യൻകാവിലയ്യന്റെ തിരുരൂപം കണ്ടു തൊഴുത് ഇരുമുടിയും ശിരസിലേന്തി വന്നിനയ്യപ്പ. കുളത്തൂപ്പുഴ ബാലകന്റെ മണ്ണ് തൊട്ടു വന്ദിച്ച് ശരണഘോഷമേറ്റു പാടി വന്നിനയ്യപ്പ. സ്വാമിയെ പൊന്നയ്യനേ അടിയന്റെ ദുഃഖമൊന്നു കണ്ടിടേണമേ. സ്വാമിയെ പൊന്നയ്യനേ അയ്യന്റെ മക്കളെ നീ കാത്തിടേണമേ. സ്വാമിയേ ശരണമയ്യപ്പ. ഭക്തിസാന്ദ്രമായ അയ്യപ്പ ഗീതവും കേട്ട് നാം അയ്യപ്പ ദർശനം നടത്തി ആര്യങ്കാവ് ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ നാം ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ സ്ഥാപനത്തെപ്പറ്റിയുമാണ് ചിന്തിക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേത് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ആര്യങ്കാവ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് 35 അടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായ കൗമാരശാസ്താവാണ് പ്രതിഷ്ഠ. പടികൾ അവസാനിക്കുന്നതിന് മുൻപിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപവും ഇവിടുത്തെ സവിശേഷതയാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നു. നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. എന്നാൽ ശബരിമലയിലേതുപോലെ ഇവിടെയും 10നും 50നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. അയ്യപ്പൻ ഇവിടെ ഒരു തിരു ആര്യൻ എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പേരിന് ആര്യങ്കാവ് എന്ന സ്ഥലനാമം ലഭിച്ചത് എന്നാണ് വിശ്വാസം. ഇങ്ങനെ ആര്യങ്കാവ് ക്ഷേത്രത്തിനുള്ളിലെ ഭക്തിനിർഭരമായ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മറ്റനേകം ഉപദേവതകളെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായി പരിപാലിച്ചു വരുന്ന ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും അവിടെയുള്ള ഉപപ്രതിഷ്ഠകളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ കണ്ടുകൊണ്ടും അവിടുത്തെ ആചാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ചാലക്കുടി ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന തീർത്ഥാടകരെല്ലാം മനസ്സു നിറയെ അയ്യപ്പ സ്തുതികളും പാടി അയ്യപ്പനെ നമിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുകയാണ്. ഇങ്ങനെ ക്ഷേത്രത്തിന് ഉള്ളിലൂടെ നടന്ന് ക്ഷേത്രകാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്തരെല്ലാവരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേവസ്വവും കേരളം ദേവസ്വം ബോർഡാണ് പരിപാലിച്ചു വരുന്നത്. ഇവിടുത്തെ ഭക്തർക്കും അതുപോലെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും യാത്രാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാടിനോട്
ായി ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് ഇവിടുത്തെ ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ബോർഡിലെ എഴുത്തുകളിൽ പോലും ഒരു തമിഴ്നാട് സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒപ്പം തമിഴിലുമാണ് ഇവിടുത്തെ ബോർഡ് പോലും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നാം ആര്യങ്കാവ് ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നും 35 അടി ഉയരത്തിലേക്ക് നടന്ന് ദേശീയപാതയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ അയ്യപ്പനെ ദർശിച്ച് അനുഗ്രഹവും വാങ്ങി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് യാത്ര തുടരാൻ വേണ്ടി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം നാം നമ്മുടെ യാത്ര തുടരുകയുമാണ്.